നമസ്കാരം. ചാണ്ടി ഉമ്മനെ കുറിച്ച് ബി നേതാവിന്റെ, അതും മുത്തോലി പഞ്ചായത്തിലെ ബി പഞ്ചായത്ത് അംഗമായ ഒരു നേതാവ് കെ ശശികുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ആരംഭിക്കാം. മിസ്റ്റർ MLA, താങ്കൾ അറിയാൻ ഒരു കുറിപ്പ്. താങ്കളുടെ നാട്ടിൽപ്പെട്ട മിസ്റ്റർ MLA, താങ്കൾ അറിയാൻ ഒരു കുറിപ്പ്. താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ട, താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട നീർക്കാട് താമസിക്കുന്ന ജിമ്മിയുടെ ഭാര്യ ജിസ്മോളും 2 പെൺകുട്ടികളും മരണപ്പെട്ട കേസിൽ താങ്കളുടെ പ്രതികരണം കണ്ടു. വളരെ മോശമായ പ്രതികരണം. ഞാനൊരു BJP പ്രവർത്തകനാണ്. എന്റെ വീടിനടുത്താണ് ജിസ്മോളുടെ സ്വന്തം വീട്. കൂടാതെ ഞാൻ ആ വാർഡിലെ മെമ്പറുമാണ്. ഇനി ജിസ്മോളെ കുറിച്ച് പറയാം. മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പറായി 2016 ജിസ്മോളുടെ അമ്മ ലിസി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. 2017 ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. പിന്നീട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആ വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി വേണം. ലിസിയുടെ മകളെ സ്ഥാനാർത്ഥിയാക്കാൻ താങ്കളുടെ പിതാവ് ഉൾപ്പെടെ AK ആന്റണി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് വിളിച്ച് മത്സരിക്കാൻ പറഞ്ഞു. അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ മത്സരിക്കുന്നതിന് എതിർപ്പായിരുന്നു. അന്ന് ജിസ്മോൾ ഹൈക്കോടതിയിൽ വക്കീലായി പ്രമുഖനായ ഒരു വക്കീലിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവസാനം ആ വക്കീലിനെ സ്വാധീനിച്ച് ജിസ്മോൾ സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു. മെമ്പറായി തുടർന്ന് 1 വർഷക്കാലം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റായി. താങ്കളുടെ പിതാവിന്റെ ഇടപെടലിലാണ് പ്രസിഡന്റ് ആയത്. ഇതാണ് നടന്നത്. പിന്നീട് താങ്കളുടെ മണ്ഡലത്തിലേക്ക് ഈ കുട്ടിയെ കെട്ടിച്ചയച്ചു. ആ വീട്ടിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനമാണ് നേരിടേണ്ടി വന്നത്. ആ മരണത്തിൽ അവിടുത്തെ MLA ആയ താങ്കളുടെ പ്രതികരണം ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വരുന്ന കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടും കാട്ടിയ കടുത്ത അനീതിയാണ്. ഇത് കേരളത്തിന് നാണക്കേടാണ്. തരം താണ പ്രതികരണം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊള്ളാം, നല്ലൊരു പോസ്റ്റാ. ആര് വായിച്ചാലും MLAയോട് നല്ല എതിർപ്പ് തോന്നും. MLA ഇതിനകത്ത് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുവാനും കഴിയും, തീർച്ചയായിട്ടും കഴിയും. ഒരു സാധാരണക്കാരനായ ആര് വിചാരിച്ചാലും, രാഷ്ട്രീയമില്ലാത്ത ഒരാൾ വിചാരിച്ചാൽ, ഒരാൾ ഈ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും MLAയോട് കടുത്ത ദേഷ്യം തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല, ഒരു സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരൻ വിചാരിച്ചാൽ പോലും MLAയോട് കടുത്ത എതിർപ്പ് തന്നെ ഉണ്ടാവും. കാര്യം അത്തരത്തിലാണല്ലോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. നീർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അയർക്കുന്നം പഞ്ചായത്തിലെ നീർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജിസ്മോൾ തോമസിനെ വിവാഹം കഴിച്ച് അയച്ചത്. കുടുംബ കോടതിയിലെ വക്കീലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ജിസ്മോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവരും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാലാണ് ആത്മഹത്യ ചെയ്തത്. അവര് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതിനു മുമ്പായിട്ട് അവർ ഫാനിൽ കെട്ടി തൂങ്ങുന്നതിനായിട്ടുള്ള ശ്രമം നടത്തി, കൈത്തണ്ട മുറിച്ചു, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഹാർപ്പിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നു. കൃത്യമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവിടെയുള്ള സമീപവാസികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന്, അതായത് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവർ നേരിടേണ്ടി വന്ന അത്രയും വലിയ പീഡനം, കൊടിയ പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, അധിക്ഷേപ വാക്കുകൾ, ഇതെല്ലാം അവരെ ഒടുക്കം ആത്മഹത്യയിൽ കൊണ്ടുവന്നെത്തിച്ചു. കുടുംബ കോടതിയിലെ വക്കീലായിട്ട് പോലും അവർ ആത്മഹത്യ ചെയ്തു. ഒരിക്കലും നമ്മൾ ആരും ആത്മഹത്യയെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു കാരണവശാലും ആത്മഹത്യയെ നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കത്തില്ല. അവർ ചെയ്തത് കടുത്ത തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബ കോടതിയിലെ വക്കീലായിരിക്കുന്ന ജിസ്മോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റ് തന്നെയാണ്. മാത്രമല്ല, തന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടെ കൊന്നതിന് ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്തത്. അതൊരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു തെറ്റ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. അവർ ചെയ്തത് കടുത്ത അനീതിയാണ്. അത് മാത്രമല്ല, 2 കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം കൂടിയാണ് അവർ നിഷേധിച്ചത്. അവർ മരിച്ചുപോയി എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജിസ്മോളിന്റെ ഭർത്താവിന്റെ പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ പറയുന്നത് ഇവരുടെ ഒരു ബന്ധുവുണ്ട്, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവാണ്, അയാൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. അത് മാത്രമല്ല, ഈ ജിസ്മോളിന്റെ ഭർത്താവിന്റെ മാതാവിനെ കൂടെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൽ ആരൊക്കെ, നമ്മളുടെ കൃത്യമായ നിലപാടാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ ആരൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ എല്ലാവരെയും യാതൊരു ദാക്ഷിണ്യവും യാതൊരു കരുണയും കാണിക്കാതെ അറസ്റ്റ് ചെയ്യണം. അവർക്ക് നൽകാൻ സാധിക്കുന്ന പരമാവധി ശിക്ഷയും അവർക്ക് നൽകണം. ഒരു തരത്തിലും അവർക്ക് ഇനിയൊരു ആത്മഹത്യ, ഇത്തരത്തിലുള്ള കുടുംബ വഴക്കിന്റെ പേരിൽ ഉണ്ടാകുന്ന ആത്മഹത്യ കേരളത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ശിക്ഷ നേടിക്കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനം തയ്യാറാവണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ MLAയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ MLA ജിസ്മോളുടെ ഭവനത്തിൽ സന്ദർശിക്കുകയുണ്ടായി.
ആ പിതാവിന് അദ്ദേഹം വാക്ക് കൊടുത്തു, എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ട് എന്ന്. അതിന്റെ വീഡിയോ കൂടി ഞാൻ ഒന്ന് പങ്കുവെക്കുന്നു. അവസാനം വരെ 4 തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അത് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഉണ്ട്. അത് ഒരു സംശയമുണ്ട്. എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഡിസ്പോളിറ്റിക്ക് ചെയ്യുമോ അതുപോലെ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അത് നമുക്കിതൊന്നും രാഷ്ട്രീയമൊന്നുമില്ല. അത് രാഷ്ട്രീയം കലർത്താനേ പാടില്ല. ഇതൊക്കെ എന്താ പറയാ, നമുക്ക് മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നമാണ്. അത് അപ്പ ഉണ്ടായിരുന്ന പോലെ ഞാനോട് ഞങ്ങൾ കാണും. ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും, എന്ത് സഹായമാണെങ്കിലും ശരി, പിന്തുണയാണെങ്കിലും ശരി, ഞാൻ ചെയ്തിരിക്കും. SP ആയിട്ടും CI ആയിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അപ്പ ഉള്ളതുപോലെ, കാരണം ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും ആ കല്ലറയിൽ പോയിട്ടാണ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. ഞങ്ങൾക്കും മറക്കാൻ പറ്റില്ല. ഞാൻ അവള് ഇവരറിയാവുന്ന ഞങ്ങൾ 3-ാം ക്ലാസ്സോളമാണ്. പിന്നെ നേരിട്ട് ഒറ്റ നിർബന്ധമുണ്ട്. ഇവിടെ ഒരു വർഷത്തേനുണ്ട്. ഇവിടെ പിന്നെ അവിടെ ഒരിക്കലും അവിടെ പ്രസിഡന്റ് ആയിരുന്നു. എന്റെ 3 മക്കളിൽ അവളായിരുന്നു ഏറ്റവും വലിയ. അവൾക്ക് LLB എടുക്കുമ്പോൾ അവൾക്ക് പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവളെ, എന്റെ മൂത്തയാള് നേഴ്സാണ്, രണ്ടാമത്തേവൻ അത്രയും LLB എടുത്ത് അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഒരിക്കലും അവളെ ആത്മഹത്യ ചെയ്യാനുള്ള മൂടി അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. കെട്ടിച്ചെന്നിട്ടുണ്ട്. അവള് പറയുന്നതെല്ലാം കൈകാര്യം ചെയ്ത്, ഞാൻ നീ പപ്പ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞ കൊച്ചിന് വിഷമാണ് ഇനി പോലെ ഇവിടെ വന്നു. അന്നേരം അവള് പറയുന്നത്, പപ്പ ഞാനൊരു കുടുംബക്കോടതി വായിക്കുന്നു, വേറെ ഹൈക്കോടതിയിൽ എന്റെ കുടുംബം ശരിയല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാരെന്നോട് ചോദിക്കില്ലേ, മാഡത്തിന്റെ കുടുംബം ശരിയാക്കിയിട്ട് തന്നെ എന്നോട് പറയാം. അതുകൊണ്ട് ഞാൻ ഡൈവേഴ്സോ അതൊന്നുമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ദൈവം മാറ്റിത്തരും. അവന്റെ സ്വഭാവം മാറും, അമ്മയുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് മാത്രം പിടിച്ചു തന്നെ കുറിച്ച്. അവൾക്ക് ഇതാണെങ്കിൽ അവൾക്ക് നോട്ടറി അടുത്ത ആഴ്ച കിട്ടുക. പാലായിൽ അവൾ ഓഫീസ് ഇട്ട് അവൾക്ക് 2 ബാങ്കിന്റെ ലീഗൽ കിട്ടിയിട്ടുണ്ട്. LLM എഴുതി എടുത്തു. പിന്നെ 2 പ്രാവശ്യം ഇത് എഴുതിയതാണ്, ജുഡീഷ്യൽ ടെസ്റ്റ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഉയരണം. അങ്ങനെയുള്ള എൻ്റെ മോള് ആത്മഹത്യ എന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കുന്നത്? ഞാൻ പോയിട്ട് ഉണ്ടെന്നേ ഈയിടെ. പിന്നെ ഞാൻ 15 ദിവസമാണ് UK പോയിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ആക്കി 2 പേരും എവിടെയാണ്, എൻ്റെ ഭാര്യ എവിടെയാണ്. അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ ചെന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ മാരകമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാൻ വിഷു ചെയ്യാനായിട്ട് ഫോൺ വിളിച്ചിട്ട് ഇവിടെ എടുക്കുന്നില്ല, ഫോൺ കിട്ടുന്നില്ല ഇവിടെ വിളിച്ചിട്ട്. ഞാനോർത്ത് വിഷുവൊക്കെ അല്ലേ വീട്ടിലായിരിക്കുമല്ലോ. ഒന്നാമത് വീട്ടിൽ വിളിച്ചിട്ട് എടുത്ത് അവൾ എടുക്കുകയല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫോൺ നമ്മളെ വിളിക്കുന്നത് കരിശ. അവിടെ എറണാകുളത്തിന് കൈക്കോടതി പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്ന് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ അവിടുത്തെ 9:30 ആയപ്പോൾ ഇവിടുത്തെ 2:30 ആയപ്പോൾ എന്നെ അവിടെ ഫോണിൽ നിന്ന് മോനിച്ചം വിളിക്കുന്നു. നമ്മളെ ബിനോയ് എന്നെ അവിടെ ഫോണിൽ നിന്ന് വിളിച്ചെന്നോട്, ഞാൻ ഇവളാന്ന് പറഞ്ഞു. പക്ഷെ എന്നാ പറ്റി ഞാൻ വിളിച്ചിട്ട് എടുക്കാതെന്ന് ചോദിച്ചപ്പോൾ ബിനോയ് എന്നോട് പറയാം, അപ്പൊ അവള് മിസ്സിങ് ആ, പിള്ളേരെയും കാണാനില്ല, ഫോൺ ഇവിടെ വെച്ചാ പോയേക്കുന്നത്, ഇവിടെ ബ്ലഡൊക്കെ കിടക്കുന്നത് ബിനോയ് എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയല്ല. അന്നേരം പറഞ്ഞു പാലായി വന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. UK ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുക. അവർക്കൊക്കെ അറിയാവുന്ന ഞാൻ UK പോയിരുന്നു. ഞാൻ ഉടനെ പെട്ടെന്ന് ഫോൺ കട്ടാക്കി, പുള്ളി കട്ടാക്കി. ഞാൻ ഉടനെ പാലായിൽ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെയൊന്നുമില്ല. ഞാൻ ആ ഫോണെ തിരിച്ചു വന്നപ്പം പുള്ളിക്കാരി എടുക്കുന്നു, വൈഫ് ബിനോയ്. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു അവളെ 6-ന്റെ തീരത്തുനിന്ന് കിട്ടി, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിക്കുവാണ്. എൻ്റെ ഈ ബിനോയുടെ നമ്പറുണ്ട്, ബിനോയുടെയിലും എൻ്റെ നമ്പറുണ്ട്. ഞാൻ ബിനോയെ തിരിച്ച് വിളിച്ചപ്പോഴാണ് ബിനോയ് പറഞ്ഞു 3 പേരും വിളിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയായിരുന്നു അത്രയും ബ്രില്യൻ്റ് ആയ ഒരു ആടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ തിങ്കളാഴ്ച വൈകിട്ട്, അതൊന്നും എനിക്ക് പുറത്ത് വെളിച്ചത്ത് കൊണ്ടുവരണം. അതാണ് എൻ്റെ ആഗ്രഹം. അല്ല, അത് ഞാനപ്പോ സിയോട് സംസാരിക്കാം. അവരെ ഒന്ന് അന്വേഷിക്കട്ടെ. അത് ഏറ്റുമാനൂർ പോലീസ് അത് ഏറ്റെടുത്തു പറഞ്ഞ് ഒന്ന് വിട്ടു. നമസ്കാരം, ഞാൻ ഒന്നുകൂടെ വിളിച്ചതാണേ. ഹലോ, ഞാൻ വിളിച്ചത് നമ്മുടെ ആ കേസ് ഉണ്ടല്ലോ, ജിസ്മോളുടെ. ജിസ്മോളുടെ കേസിൽ 10ഓളം ക്യാമറകൾ അയർക്കുന്നതുണ്ടെന്ന് പറയുന്നു. അതിന്റെ അന്വേഷണം ആരാണ്? ഏറ്റുമാനൂരാണോ ചെയ്തത്, നിങ്ങളാണോ ചെയ്തത്? കാരണം ഈ CCTV നമ്മുടെ പരിചയപ്പെടുന്നതാണ്, എല്ലാം ഏറ്റുമാനൂരാണ്. പക്ഷെ അപ്പൊ ഈ CCTVയുടെ ഉറവിടം കണ്ടുപിടിക്കുന്നതും അവർ തന്നെയാണോ? പക്ഷെ നമ്മുടെ അന്വേഷണ പരിധിപ്പെട്ട സ്ഥലമല്ലേ?
ഒന്നുമില്ല അല്ലെ, കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ ഓക്കെ പുതിയ സ്കൂളിൽ ശരി ശരി ശരി. ഞാൻ സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ടില്ല, സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ട് സ്കൂള് എന്റെ ഫ്രണ്ടില് സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ട് ഒരു ഇറങ്ങി ഇതും പോകുന്നതെല്ലാം വരുന്നില്ല കാണാൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പള്ളിക്കുന്ന് പള്ളിക്ക് ഏറ്റുമാനൂർ സി ഐ സമീപനാണ് ഞാൻ വിളിച്ചത്. ഞാനിപ്പോ ജിസ്മോളുടെ വീട്ടിലാണുള്ളത്, അവരുടെ ഫാദറും ഉണ്ട്. അവര് ഒരു ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കാമോ? CCTV ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. 9 or 10 CCTV ഉണ്ട്, പക്ഷെ CCTV ഒന്നും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ സാഹചര്യം എന്താണ്? നമുക്ക് എന്താ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ഉണ്ടോ? പോലീസ് കളക്ട് ചെയ്ത് എടുത്തിട്ട് ഒരു CCTV മാത്രമേ കിട്ടിയിട്ടുള്ളൂ. CCTV കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. സർട്ടിഫിക്കറ്റ് ഓക്കെ 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 ശരി ശരി. ഒരു ക്യാമറയാണോ പല ക്യാമറ കിട്ടിയിട്ടുണ്ടോ? ഒരു ക്യാമറയാണ്. ഒരു ക്യാമറയാണോ പല ക്യാമറ കിട്ടിയിട്ടുണ്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിംഗ് എന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതാണ്. ഇങ്ങനെ വരണമെന്നാണ് പുള്ളി. പൊങ്ങാന് അതിനൊരു കാരണം പറയുന്നത് എന്തോ അതിന് മുമ്പ് വേറൊരു വിഷം കുടിച്ചു എന്ന് പറയുന്നത്. ഇവിടും കഴിച്ചെന്ന് ഞരമ്പ് മുറിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരോട് വണ്ടി കുടിച്ചു ഞരമ്പ് മുറിക്കുക. കൈ ഞരമ്പ് നന്നായിട്ട് കത്തിക്കാൻ ഞാൻ ഇൻവെസ്റ്റ് കയറിയതാണ്. ആണോ? അതായത് നമ്മളിത് അങ്ങനെ കൂടുതലുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഒന്നും പിന്മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ പരിഹാരം കണ്ടിട്ട് എന്താവശ്യമുണ്ട്? ഈ സംഭവം നടക്കുന്ന സമയത്ത്, ജിസ്മോളിന്റെ മരണം നടക്കുന്ന അന്ന് ചാണ്ടി ഉമ്മൻ MLA മാർപ്പാപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതിന് വേണ്ടി പോയതാണ്. ശേഷം 10-14 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയത്. നാട്ടിലെത്തി ഈ സംഭവം അറിഞ്ഞ് അദ്ദേഹം ഓടി ജിസ്മോളിന്റെ ഭവനത്തിൽ എത്തിയിരുന്നു. അതിന് മുമ്പായിട്ട്, അതിന്റെ തൊട്ട് തലേ ദിവസം നീറിക്കാടുള്ള ഒരു, അതായത് അയർക്കുന്നം പഞ്ചായത്തിലെ നീറിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൂറിസം പരിപാടിയുണ്ട്. അവിടുത്തെ ആറിനോട് ചേർന്ന് ഒരു ടൂറിസം മേഖലയായി അവിടെ ആളുകൾ തിരിച്ചിട്ട് അവിടെ സായാഹ്ന വിശ്രമ കേന്ദ്രം പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി ആളുകൾക്ക് വൈകുന്നേരം വന്നിരിക്കുവാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബോട്ടുകൾ, കയാക്കിംഗ് ബോട്ടുകൾ MLAയുടെ ഒരു സംഭാവനയായിട്ട് അവിടെ ചെയ്തു. അപ്പൊ അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ ബോട്ടുകൾ അവിടെയുള്ള ആളുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് MLA അവിടെ എത്തിയപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കുറച്ച് ഇടത് അനുഭാവികൾ, കുറച്ച് കേരള കോൺഗ്രസിന്റെ ആളുകളും കുറച്ച് CPMന്റെ ആളുകളും കൂടി ചേർന്ന് MLA തടഞ്ഞു വെക്കുകയും MLAയോട് വളരെ പരുഷമായ രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്തു. കാരണം ഈ MLA വന്ന് ഈ സംഭവം കൃത്യമായിട്ട് MLA അറിഞ്ഞില്ലായിരുന്നു. MLA ഈ കാര്യങ്ങളൊക്കെ തിരക്കി വരുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരത്തെ ഇവർ പെട്ടെന്ന് കയറി വന്ന് വിഷയം ഉണ്ടാക്കി. അതും ഇവർ ഈ നീറിക്കാട് ടൂറിസം പദ്ധതിയുടെ അംഗങ്ങളായി, അവിടുത്തെ CPMകാർ മാത്രം 90% CPMകാർ ഉള്ള ഒരു പദ്ധതിയാണ് നീറിക്കാട് ടൂറിസം പദ്ധതി. ആ പദ്ധതിയിലാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള MLA ഒരു സഹായം, നാടിന് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു നൽകിയത്. അങ്ങനെ ഇരിക്കെ MLA ഒരു പരിപാടിക്ക് വന്നപ്പോൾ ആ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ MLA തടഞ്ഞു നിർത്തുകയും MLAക്ക് നേരെ വളരെ പരുഷമായ രീതിയിൽ ഇടപെടുകയും ചെയ്തപ്പോൾ MLA പ്രകോപനകരമായ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും MLA പറയുന്നുണ്ടായിരുന്നു ഇത് കോടതിയുടെ പക്ഷത്തിരിക്കുന്ന കാര്യങ്ങളാണ്, നിയമപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു പ്രതികളെ രക്ഷപ്പെടാൻ ഒരു പ്രതികൾക്കും വേണ്ടിയിട്ട് ആരും കൂട്ടി നിൽക്കത്തില്ല. ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെയും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് MLA പറഞ്ഞത്. പക്ഷെങ്കിൽ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ CPMും കേരള കോൺഗ്രസും LDFും ചേർന്നുകൊണ്ട് അവർ ഈ ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി.
ഇതിന്റെ പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചു. ആ മേഖലയിൽ ഒരു ജിസ്മോളുടെ ഘാതകരെ ജിസ്മോൾക്ക് നീതി നേടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആക്ഷൻ കൗൺസിൽ ഒക്കെ രൂപീകരിക്കുന്ന സാഹചര്യം വന്നു കഴിയുമ്പോൾ, അതായത് നടക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടി, അത് CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും CPI-യുടെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിമാരോ അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. അത്തരത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെങ്കിൽ നീർക്കാട്ട് നേരെ തിരിച്ചാണ് നടന്നത്. നീർക്കാട്ട് നടന്ന ആക്ഷൻ കൗൺസിലിനെ കുറിച്ച് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറായ ജോയ്സ് കൊറ്റത്തലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് നീർക്കാട് എങ്ങനെയാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ MLA വന്നപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിനെ കുറിച്ച് അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരുപാട് ജനകീയ സമരങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തതാണ്. പക്ഷെ ആരും ആക്ഷൻ കൗൺസിലിനെ കുറിച്ച് ഒന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. പറയാതെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഒരു സമരത്തിൽ പോയി പങ്കെടുക്കണമെങ്കിൽ പോലും ഒരു ഇൻഫർമേഷൻ ഇനി ഇവർക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മെസ്സേജ് ആയിട്ട് പോലും, എനിക്ക് ഒരുപാട് പരിചയമുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഞാനവിടെ ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് ഇടപെട്ടത് പോകുന്ന ആളാണ്. ജിസ്മോളുമായിട്ട് എനിക്ക് പേഴ്സണലി നല്ല അടുപ്പം ഉണ്ടായിരുന്നതാണ്. ജിസ്മോളുടെ ഇലക്ഷന്റെ സമയത്ത് ഞാനും PC പ്രസിഡന്റ് ജോഷി വിലുപ്പും ഒക്കെ ഇവിടെ വരികയും ജിസ്മോളെ പ്രസിഡന്റ് ആക്കാനായിട്ട് അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് പറയുകയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ ഒരു സഹോദരി സ്ഥാനം തന്നെയാണ്. അപ്പൊ ജിസ്മോളെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തൊന്നും അവരുടെ ഒന്നും ഒപ്പമല്ല. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ നിൽക്കുന്ന ഒരു പാരമ്പര്യം നമുക്കില്ല. പക്ഷെ പൊളിറ്റിക്കലി മുതലെടുക്കുന്ന കണ്ടപ്പോൾ, MLA-നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചതാണ്, എന്തുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ പല സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മളെ ഉൾപ്പെടെ ഒന്ന് സംസാരിക്കായിരുന്നെങ്കിൽ ഈ ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് അതിൻ്റെ ആക്ഷേപങ്ങളോ കാര്യങ്ങളൊന്നും പറയാനില്ല. ആക്ഷൻ കൗൺസിൽ വേണം. പക്ഷെ ആക്ഷൻ കൗൺസിൽ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരെയും, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും നമ്മളൊക്കെ അവരോട് പോയി സംസാരിച്ച് ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ നിന്നാണ് ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്യുന്നത്. അല്ലാതെ മറ്റു രീതികളിലല്ല. ഈ ആക്ഷൻ കൗൺസിലിന്റെ സമരം നടക്കുന്നതിന് ശേഷമാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ കാര്യങ്ങൾ പോലും നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ കൗൺസിൽ അത് പൊളിറ്റിക്കൽ അല്ലേ എന്ന് ഞാൻ ചോദിച്ചതിന്റെ അകത്ത് തെറ്റുണ്ടോ? CPM മാത്രമായിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ ആണോ അത്? CPM മാത്രമല്ല, LDF-ന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ പൊളിറ്റിക്കലി ആക്ഷേപം ഉന്നയിക്കുന്നില്ല. പക്ഷെ നമ്മളോട് ആരോടും ഒന്നും പറയാത്ത എന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കൊടുത്തപ്പെട്ട ജിസ്മോളെ ഒരാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊപ്പം നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പേഴ്സണലി എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടിന്റെ ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. അപ്പം നമ്മുടെ ജീവിതം തന്നെ അതിനകത്ത് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളെയൊക്കെ അനാവശ്യമായിട്ട് MLA അവിടെ വിളിച്ചു വരുത്തി ഒരു വലിയൊരു പരിപാടി സമർപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുക. ഞങ്ങൾ കോൺഗ്രസ്സുകാരും ആക്ഷൻ കൗൺസിലിന്റെ പരിപാടികളൊക്കെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, ഏതൊരു കോൺഗ്രസ്സുകാരോടെങ്കിലും ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ആരും ആയിക്കോട്ടെ അവരൊന്ന് വരുന്നോ അല്ലെങ്കിൽ ഒരു പങ്കെടുക്കാവോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ വളരെ സങ്കടകരമാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീടിനടുത്താണ് ജിസ്മോളിനെ വിവാഹം കഴിച്ചയച്ച്. എന്നിട്ട് പോലും ഈ അറസ്റ്റ് വൈകിയതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം എന്താണ്? അതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനും ഇങ്ങനെ പല ആക്ഷേപങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അവര് പറയുന്ന പോലെ പറയുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം അല്ലല്ലോ നമ്മുടേത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഇങ്ങനെയാണ് നീർക്കാട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. CPM-ഉം LDF-ഉം കേരള കോൺഗ്രസും കൂടെ, അല്ലെങ്കിൽ LDF മാത്രം ചേർന്ന് കൊണ്ടിട്ട് അവരൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആ ആക്ഷൻ കൗൺസിൽ CPM-ഉം കേരള കോൺഗ്രസ്സുകാരും മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസിനെതിരെ ഈ വിഷയത്തെ തിരിച്ചുവിടുക എന്നൊരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി മാത്രം അവർ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകി ഇവര് LDF-ന്റെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഇതൊക്കെ സംഭവിക്കുന്നതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി, നീറിക്കാടുകാരനായിട്ടുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് വളരെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. നമ്മൾ ജിസ്മോളുടെ കാര്യമാണ് പറയുന്നത് എങ്കിൽ പോലും അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവിക്കലാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ജിസ്മോളുടെ വീട്ടിലേക്ക് ഏകദേശം 2-2.5 കിലോമീറ്റർ മാത്രമേ വരത്തുള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഈ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു കാരണവശാലും ആരോടും പറഞ്ഞിട്ടില്ല. പോലീസിനോടാകട്ടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ LDF-ന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ ആക്ഷൻ കൗൺസിൽ ആദ്യം പ്രതികരിക്കേണ്ടത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുകയോ ചെയ്യേണ്ടത്.
ഇത്രയും വലിയൊരു CPM-ന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉള്ള ആ സ്ഥലത്ത് ഒരു ആത്മഹത്യ, കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്ന് ഒരു അമ്മ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ആരൊക്കെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്? ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ ഇടപെട്ടു? ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മ ഇതിൽ പ്രതിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഇവരെ ആരോപിക്കുന്ന ഒരു ബന്ധു ബിനോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതിനകത്ത് പ്രതിയാണ് എങ്കിൽ, അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം. ഒരു വ്യക്തി പോലും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാരും പറയുന്നത്, MLA-യും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊരു വശത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മുത്തോലിയിൽ, അതായത് ഈ ജിസ്മോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജിസ്മോളിന്റെ സ്വന്തം വീടിരിക്കുന്ന പഞ്ചായത്ത് മുത്തോലിയിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ കൂടിയിരുന്ന് കൂടിയാലോചനകളോടുകൂടിയാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അകത്തുണ്ട്. ഇവർ തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം ഇവരെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ നീറിക്കാട്ട് മാത്രം അങ്ങനെയല്ല സാഹചര്യം. അപ്പം ഈ മുത്തോലിയിൽ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജിസ്മോളുടെ നീതിക്ക് വേണ്ടിയിട്ട് അവർ പോരാടുന്നു. മെമ്പർ, നിങ്ങളുടെ ഈ നാട്ടിൽ, അതായത് ജിസ്മോളുടെ സ്വന്തം നാട്ടില് ആക്ഷൻ കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ആ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്? പഞ്ചായത്ത് ഭരണസമിതി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിനകത്ത് എല്ലാ മെമ്പർമാരും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിന്റെ കൂടെ തന്നെ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി അതിൽ മുന്നേ തന്നെ ഇവിടുത്തെയുള്ള ജനകീയമായിട്ടുള്ള കുറെ ആൾക്കാർ കൂടി കുറച്ച് ഒരു ഗ്രൂപ്പ് തുടങ്ങി ഒരു മൗനമായിട്ടുള്ള ഒരു മെഴുകുതിരി എത്തിച്ച ഒരു ജാഥ തീരുമാനിച്ചു. ആ ആക്ഷൻ കൗൺസിലിലുള്ള ആൾക്കാരോട് എല്ലാ പാർട്ടിയുടെ ആൾക്കാരെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു മൗന ജാഥ നടന്നു. ജിസ്മോൾക്ക് നിലവിലെ ഇപ്പം എന്താണ് ഈ അവസ്ഥ കേസുമായി ബന്ധപ്പെട്ട്? SP-ക്ക് കേസ് കൊടുക്കാമെന്ന് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജിമ്മിയെ അപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തെങ്കിലും അതൊരു കറക്റ്റായിട്ടുള്ള അറസ്റ്റായിട്ട് തോന്നുന്നില്ല. അതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കൂടി നിൽക്കുന്നു. അതിനുവെച്ചാൽ ക്യാമറയ്ക്കകത്തുള്ള ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. 10ഓളം ക്യാമറകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിനകത്ത് ഒരു ക്യാമറയിൽ പോലും ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ പുറത്തു വിട്ടിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? ജിമ്മിയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത CPM-ന്റെ ആൾക്കാരുണ്ടെന്നും അവര് ഇത് അറസ്റ്റ് തടഞ്ഞു വെച്ച് കുറച്ച് നീട്ടിപ്പിച്ചെന്നായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ മുത്തോലിയിലെ ഒരു പഞ്ചായത്ത് അംഗം, ഞാൻ ഈ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ശശികുമാർ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ, അതായത് NK ശശികുമാർ എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം മുത്തോലി പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ BJP-യുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാൻ വേണ്ടി ഈ ശശികുമാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെങ്കിൽ അതൊക്കെ പാളിപ്പോയിരുന്നു. അപ്പം ഈ ശ്രമങ്ങളൊക്കെ പോയ ഒരു സാഹചര്യത്തിൽ വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയിട്ട് വീണ് കിട്ടിയ ഒരു അവസരം എന്ന നിലയ്ക്ക് ഈ ശശികുമാർ ഈ വിഷയം അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുത്തു. ശശികുമാർ അങ്ങ് ഫൈറ്റിംഗ് തുടങ്ങി. ശശികുമാർ ചാണ്ടിയുമ്മൻ MLA-ക്ക് നേരെ പ്രതികരണം തുടങ്ങി. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ചാണ്ടിയുമ്മനെ വലിച്ചു കീറുകയാണ്. ചാണ്ടിയുമ്മനെതിരെ നിരത്തി എഴുതുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു അണുവിട പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജിസ്മോളിന്റെ ഘാതകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഒരു പോരാട്ട വീര്യമായി തന്നെ മുത്തോലിയിലെ ഒരു നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വെറും ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, BJP-യുടെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഈ NK ശശികുമാർ എന്ന് പറയുന്ന ആള്. ഈ ജിസ്മോളുടെ മരണത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ശശികുമാറിന്റെ വാർഡിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു. അവരുടെ പേര് സരിത ശശി എന്നാണ്. 32 വയസ്സ്. വട്ടുകൊട്ടയിൽ തെക്കുംമുറി മുത്തോലി പഞ്ചായത്ത് നിര്യാതയായി. സംസ്കാരം 22/4/2025 12 PM വീട്ടുവളപ്പിൽ. NK ശശികുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ഇന്ന് കയറി നോക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയപ്പോൾ ഈ പോസ്റ്റ് കാണുവാനില്ല. ഈ സ്ത്രീ, അതായത് സരിത ശശി എന്ന് പറയുന്ന ഈ യുവതി, 32 വയസ്സ് മാത്രമുള്ള ഈ യുവതി ആത്മഹത്യ ചെയ്തതാണ്. NK ശശികുമാറിന്റെ സ്വന്തം വാർഡിലുള്ള യുവതി. ആ യുവതി ആത്മഹത്യ ചെയ്താണ്. ഗാർഹിക പീഡനത്താൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്താണ്. അവര് വീട്ടിൽ തൂങ്ങി മരിച്ചു. ഇവരുടെ പിതാവും സഹോദരിയും കൂടി NK ശശികുമാറിനെ സമീപിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവർ ഒപ്പിട്ട് വാങ്ങിച്ച പേപ്പർ കിട്ടണമെന്ന്. ഉടനെ ശശികുമാർ ഇവരോട് ദേഷ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം?
നിങ്ങൾക്ക് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇവരെ തിരിച്ചയച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. സ്വന്തം വാർഡിൽ നടന്ന ആത്മഹത്യയിൽ തിരിഞ്ഞും തിരുവഴി നോക്കില്ല, ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്ത ഈ മഹാൻ എന്തിനാണ് ചാണ്ടി ഉമ്മന് നേരെ കല്ലെറിയുന്നത്? ചാണ്ടി ഉമ്മനെ കല്ലെറിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും, 10 ആള് ശ്രദ്ധിക്കും. ശശികുമാർ ആരാണ്? ചാണ്ടി ഉമ്മനെ കല്ലെറിയും. ചാണ്ടി ഉമ്മന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ശശികുമാർ അടുത്ത ജില്ലാ പഞ്ചായത്തിൽ ശശികുമാറിനെ നമുക്ക് മത്സരിപ്പിക്കാം. സംസ്ഥാന സമിതി അംഗമൊക്കെ അല്ലേ, ഇത്രയേറെ പ്രസിദ്ധി കിട്ടിയ ഒരാളല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റിയില്ല, എന്നാൽ എന്താ അടുത്ത ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കാം. പ്രധാനപ്പെട്ട ഏതെങ്കിലും സീറ്റിലേക്ക് ശശികുമാറിന്റെ പേര് ഉയർന്നു വരട്ടെ. ഉയർന്നു വരണമെങ്കിൽ 10 ആൾ അറിയണം ശശികുമാറിനെ. അപ്പൊ ശശികുമാർ എന്ത് വിചാരിച്ചു? എന്നാ പിന്നെ ചാണ്ടി ഉമ്മൻ അങ്ങ് കൊടുക്കാം. ചാണ്ടി ഉമ്മന് നേരെ തിരിഞ്ഞു നിന്നാൽ 10 ആള് ശ്രദ്ധിക്കും. ആളുകൾ ആരും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇലക്ഷൻ മത്സരിച്ചാൽ എനിക്ക് ആര് വോട്ട് ചെയ്യാൻ? എനിക്ക് വോട്ട് കിട്ടണമെങ്കിൽ എന്നെ 10 ആൾ അറിയണ്ടേ? 10 ആൾ എന്നെ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചാണ്ടി ഉമ്മനെ കല്ലെറിയണം. വേറെ മാർഗമൊന്നുമില്ല. എന്റെ പാർട്ടിക്കാരനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയില്ല. എന്റെ പാർട്ടിക്കാരനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ എന്താ, ചാണ്ടി ഉമ്മനെ കല്ലെറിഞ്ഞ് ഞാൻ അടുത്ത സീറ്റ് വാങ്ങിക്കത്തില്ലേ? എന്റെ തലയിൽ നല്ല ബുദ്ധിയാണേ. ശശികുമാറെ, ഞാനൊരു കാര്യം പറയാം. വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടി, നല്ല സതുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയുണ്ട്. അതേസമയം നിങ്ങൾ സ്വന്തം വാർഡിൽ ഒരു 32 വയസ്സായ ഒരു യുവതി കെട്ടിഞ്ഞാന്ന് മരിച്ചിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്ത മഹാനാണ് നിങ്ങൾ. നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്? ആ യുവതിയുടെ പിതാവ് നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചത്? നിസ്സാര കാര്യം, നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന്റെ ഉത്തരം നിങ്ങൾ പറയൂ. ആ സ്ക്രീൻഷോട്ട് ഉണ്ട് കയ്യിൽ, അത് ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്നുമുണ്ട്. ചാണ്ടി ഉമ്മനെ കല്ലെറിയുന്ന കേരള കോൺഗ്രസ്സുകാരോടും CPM-കാരോടും ഒരു കാര്യം പറയാം. ചാണ്ടി ഉമ്മനെ കല്ലെറിഞ്ഞ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ജിസ്മോളിന്റെ ഘാതകർ ജിസ്മോളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരൊക്കെയാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ചാണ്ടി ഉമ്മനും കോൺഗ്രസ് പാർട്ടിക്കും അറിയാം. ഇത് കേരള കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും BJP-കാരുടെയും ഒത്തൊരുമയോട് കൂടിയുള്ള ഈ ഒരു നീക്കം അത് പൊതുജന മധ്യത്തെ പൊളിഞ്ഞിരിക്കും. നിങ്ങൾ നടത്തുന്ന ഈ പൊറാട്ട നാടകം പൊളിഞ്ഞിരിക്കും. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിൽ ഒരു അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും ട്രെയിനിന് മുമ്പിൽ ഇരുന്ന് ആത്മഹത്യ ചെയ്തില്ലേ? ആ കൂട്ടത്തിൽ പ്രതിയാണ് എന്ന് നാട്ടുകാർ വാദിച്ച ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നല്ലോ. ആ പുരോഹിതനെ സംരക്ഷിച്ചത് ആരാണ്? ആ പുരോഹിതനെ സംരക്ഷിച്ച് നിർത്തിയത് ആരാണ്? നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞില്ലേ അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇന്ന് അയാൾ എവിടെയുണ്ട്? രാജ്യം വിട്ടില്ലേ? ഇന്ന് അയാൾ രാജ്യം വിട്ടില്ലേ? ഇന്ന് രാജ്യത്തുണ്ടോ അയാള്? സ്വന്തം സഹോദരന്റെ ഭാര്യയെ ശാരീരികമായി ആഗ്രഹിച്ച ആ പുരോഹിതൻ ഇന്ന് അയാൾ എവിടെയാണ്? അയാളെ സംരക്ഷിച്ചത് ആരാണ്? അയാൾക്കെതിരെ തിരിയാൻ ശശികുമാറിന്റെ പാർട്ടിക്കോ നാട്ടിൽ ഉറപ്പില്ല. അയാൾക്കെതിരെ തിരിയാൻ CPM-നോ കേരള കോൺഗ്രസിനോ LDF-നോ ആവത്തില്ല. കാര്യം അയാളെ സംരക്ഷിച്ചത് ആരാണ്? ഏറ്റുമാനൂരിലെ MLA-യുടെ മുമ്പിൽ പോയി ഈ ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനത്തിന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു ചാനലുകാരൻ ചോദിച്ചോ? ഏറ്റുമാനൂർ MLA-യുടെ മുമ്പിൽ പോയി ചോദിച്ചില്ലല്ലോ. നാട്ടിൽ ഉറപ്പില്ലല്ലോ അതിന്. പിന്നെ ചാണ്ടിയമ്മയുടെ മെക്കിട്ട് കയറാമെന്നാണല്ലോ ഭാവം. ലേശ ഉളുപ്പുണ്ടെങ്കിൽ ഷൈനിയെ മരണത്തിലേക്ക് തള്ളിവിട്ട, ഷൈനിയെ മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ പുരോഹിതനിൽ പങ്കുണ്ടെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കേ. ആർജവമുണ്ടോ ശശികുമാറിനും കേരള കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും? CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ ചോദ്യം ചോദിക്കേ, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകിയതെന്ന്? നീർക്കാടുകാരനല്ലേ അയാൾ? അദ്ദേഹത്തോട് ചോദിക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകിയത്? ഇനി മറ്റാർക്കെങ്കിലും ഈ ക്രൂര പീഡനത്തിൽ, മാനസിക പീഡനത്തിൽ പങ്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ അയൽപക്കക്കാരായ ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയെയും അതുപോലെ തന്നെ ഈ ബിനോയ് എന്ന് പറയുന്ന ആളെയും അറസ്റ്റ് ചെയ്യണമെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ പറയുന്നു ഈ ബിനോയിയെയും ജിസ്മോളുടെ അമ്മായിയമ്മയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസും ചാണ്ടി ഉമ്മനുമാണ് നിങ്ങൾ പറയുന്നു. അതെന്താ, പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇപ്പൊ ചാണ്ടി ഉമ്മന്റെയും കോൺഗ്രസിന്റെ പോക്കറ്റിൽ ഇരിക്കുവാണോ? ഇതൊക്കെ പറയാൻ ഒരു മിനിമം ഉളുപ്പ് വേണ്ടേ? അതുപോലും ഇല്ല. ഇത് പറഞ്ഞാൽ ആളുകൾക്കൊന്ന് ദഹിക്കണ്ടേ? പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ചാണ്ടി ഉമ്മന്റെയും കോൺഗ്രസിന്റെയും പോക്കറ്റിലാണോ ഇരിക്കുന്നത്? കേരള കോൺഗ്രസ്സുകാരെ, CPM-കാരെ, BJP-കാരെ, നിങ്ങൾ പൊതുജനത്തോട് പറയുമ്പോൾ ഒരു മിനിമം കോമൺ സെൻസിലെങ്കിലും പറ. അതും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം അയൽപക്കക്കാര്. കേവലം 2.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ജിസ്മോളെ കെട്ടിച്ചയച്ച വീടും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീടും തമ്മിൽ.
എന്നിട്ടും അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരായിരിക്കില്ല, അത് ചാണ്ടിയുമനും ആയിരിക്കില്ല. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. ആ കേരളത്തിലെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും സ്വാധീനം ചെലുത്താൻ ഇന്ന് ചാണ്ടിയുമനോ കോൺഗ്രസിനോ സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നിഷ്കളങ്കരെ, അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ CPM-നും ജില്ലാ സെക്രട്ടറിക്കും, അല്ലെങ്കിൽ BJP-ക്ക് ഈസി ആയിട്ട് സാധിക്കും. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയൊക്കെ സ്വാധീനിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് കണ്ടതല്ലേ? നമ്മൾ കണ്ടതല്ലേ? CPM-ന്റെ സെക്രട്ടറി എവിടെ ഇരിക്കുന്നു? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ ഇരിക്കുന്നു? ട്രോളാൻ വേണ്ടി മരുമോനും കൂട്ടരും നടക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും മിനിമം ഉളുപ്പ് വേണ്ടേ? ആ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും സ്വാധീനിക്കാൻ ചാണ്ടിയുമന് സാധിക്കുമെങ്കിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും കോട്ടയം ജില്ലയിലെ മന്ത്രിമാരും മറ്റും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ MLA-മാരൊക്കെ പണി നിർത്തി വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. CPM-മാരും കേരള കോൺഗ്രസ്സുകാരും പറയുന്നു ചാണ്ടിയുമൻ പ്രതിയെ സംരക്ഷിക്കുന്നു. എങ്ങനെ സംരക്ഷിക്കുന്നേ? അങ്ങനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കാൻ ചാണ്ടിയുമന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കേരള പോലീസിനെ സ്വാധീനിക്കാൻ ചാണ്ടിയുമന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ആരെങ്കിലും വന്ന് സ്വാധീനിക്കപ്പെടാനും ഈ പോലീസുകാർ അതിന് തയ്യാറായി നിൽക്കുന്നവരല്ലേ? അപ്പൊ സ്വന്തം പോലീസിനെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. പിണറായി വിജയന്റെ CPM-ന്റെ സ്വന്തം പോലീസിനെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. നാണമുണ്ടോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഏഭ്യത്തരം വിളിച്ച് പറയാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ജിസ്മോളുടെ ഘാതകരെ, ജിസ്മോളെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ, അത് ആരൊക്കെയാണെങ്കിലും, ഏത് കൊലകൊമ്പനാണെങ്കിലും, അവരെ ആര് സംരക്ഷിച്ചാലും, ഏത് ഉന്നത നേതാവിന്റെ ഇടപെടൽ ഉണ്ടായാലും ഉറപ്പായിട്ടും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. യാതൊരു സംശയമില്ല. ചാണ്ടിയുമ്മൻ ജിസ്മോളുടെ പിതാവിന് നൽകിയ ഉറപ്പാണത്.